സലീം വ്ളോഗിൽ നിന്നും സലീം യൂസഫാണ്. ഇന്ന് നമ്മളെ പറമ്പിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. പറമ്പിൽ കുറേ പടുമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടി മാറ്റിയിട്ട് അതിന് തോലൊക്കെ തെങ്ങുകൾക്കും തെങ്ങും തൈക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പറമ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഇനി ഒരുപാട് ബാക്കിയിട്ട് അങ്ങനെ മരം വെട്ടിയിട്ട് ആകെ ഇവിടെ മൊത്തം അതിൻ്റെ ചില്ലകൾ കിടന്നിട്ട് വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. അങ്ങനെയുള്ള ഒരു പണിയിലാണുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തെങ്ങുകൾ കുറഞ്ഞു വരികയാണ്. പഴയ ആൾക്കാരെല്ലാവരും നിറയെ തെങ്ങ് വെച്ചിരുന്നു പറമ്പിലൊക്കെ. ആ തെങ്ങാണ് ഇപ്പോഴും നമ്മൾ അതിൽ നിന്നാണ് തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഞാൻ പോലും നമ്മൾ പറമ്പിലേക്കോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്കോ നമ്മൾ ഇറങ്ങുന്നില്ല. അതിൻ്റെ കാരണമായിട്ട് നമുക്ക് തെങ്ങ് വളരെ കുറവാണ്, തേങ്ങ നമുക്ക് വളരെ കുറവാണ്. ഇതുപോലെ വൃത്തിയാക്കിയിട്ട് തോലും വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലും തെങ്ങ് ഒരുപാട് കുറയും. ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ കാരണന്മാർ വെച്ച ആ തെങ്ങിൻ്റെ തേങ്ങയാണ് ഇപ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഇട്ടിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ തെങ്ങൊക്കെ നമ്മൾ ഉണ്ടാക്കി വളർത്തി വലുതാക്കി തേങ്ങ ഒക്കെ ഉണ്ടായിട്ട് വേണം. ഈ മരമൊക്കെ വെട്ടി പറമ്പ് വൃത്തിയാക്കുന്നതോടൊപ്പം നമ്മൾ കുറച്ച് തെങ്ങും തൈകളൊക്കെ ഇതാ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം വെച്ച തൈയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. പറമ്പിലെല്ലാ മരങ്ങളും, തെങ്ങ് മാത്രമല്ല മറ്റെല്ലാ മരങ്ങളും ജാതിക്കൻ്റെ മരമാണ്. അതുപോലെ ഈ കാണുന്നതൊക്കെ വാഴകളാണ്, നേന്ത്രക്കായ, കുന്നൻ, അതുപോലെ ഇത് ആപ്പിൾ ചാമ്പക്കയാണ്. ഇതിൽ ഒരെണ്ണം ഇന്നലെ എനിക്ക് കിട്ടി, അത് ഞാൻ ഇന്നലെ കഴിച്ച്. ഇനിയിപ്പോൾ ഇതിന്മേൽ ഉണ്ടോയെന്ന് നമുക്ക് നോക്കണം. തിരഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരെണ്ണം കാണുന്നുണ്ട്, പക്ഷേ അത് കിളി കൊത്തിയിട്ടുണ്ട്. ഈ മരം ഇത് തേക്കാണ്. അതോടൊപ്പം 1-2 മരങ്ങളിൽ കുരുമുളകുണ്ട്. പ്ലാവിന്മേ കുരുമുളക് പടർത്തിയതാണ്. പിന്നെ അതുപോലെ ആവശ്യത്തിന് കവുങ്ങുണ്ട്. ഇത് മുരിങ്ങമരാണ്. ഇതിന്മേൽ നമ്മൾ കുറച്ച് കൊമ്പൊടിച്ച്. പിന്നെ കവുങ്ങിൻ്റെ തൈകളൊക്കെ ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് വെച്ച കവുങ്ങും അതിനുശേഷം വെച്ച കവുങ്ങും തൈകളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ പറമ്പ് ഒട്ടാകൊന്നും കൊണ്ട് വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴകളുണ്ട്. ഇതൊരു മുളക് തൈയാണ് കേട്ടോ. നമ്മളവിടെ ഇതിന് ചീനമുളക് എന്നാണ് പറയുക. ഇതിൽ മുളക് കായ്ച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് കറിവേപ്പിലിൻ്റെ ചെറിയ തൈയാണ്. വലിയ മരം ഉണ്ടായിരുന്നത് നശിച്ചു പോയി. ഇത് പപ്പായ, ഞങ്ങളുടെ നാട്ടിൽ ഓമക്കായ എന്ന് പറയും, കുറച്ച് വടക്കോട്ട് കർമൂസക്കായ എന്നൊക്കെ പറയും. ഇത് ചാമ്പക്കന്മാരാണ്. ഇന്നിപ്പോൾ ചാമ്പക്കില്ല. അടുത്ത എൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ വരും. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.